ആൻഡ് ഹിയർ സ്റ്റാർട്ട്സ് ദ ഫസ്റ്റ് ഡേ ഓഫ് ഐവി. അങ്ങനെ കേരളത്തിൽ നിന്ന് അങ്ങ് തമിഴ്നാട്ടിൽ എത്തിയിട്ട് നമ്മൾ എന്തൊക്കെ കാട്ടിക്കുട്ടിന്ന് കാണണ്ടേ. അങ്ങനെ പിറ്റേ ദിവസം ഒരു 5:30 ആയപ്പോ MGR ചെന്നൈ സെൻട്രലിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങി. അന്തം വെട്ടികൾ നമ്മൾ തന്നെ ചുമക്കേണ്ടതുകൊണ്ട് അതെല്ലാം വലിച്ചോണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ ഫുള്ള് നടന്നു. പിന്നെ നമ്മൾ പിക്ക് ചെയ്യാൻ വന്ന ബസ് തപ്പി നടന്ന് അത് കണ്ടുപിടിച്ച് പിന്നെ അതിൽ കയറി ഇരുന്നു. ചെന്നൈയിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ വലിപ്പം കണ്ടുവരെ ഞാൻ ഞെട്ടി. ഈ ബുള്ളക്കോട്ട്സ് ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നേ. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ഐവിസ് മദ്രാസ് വെറ്റിനറി കോളേജ്. അങ്ങനെ നമ്മൾ കോളേജിൽ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ബൈ ദ വേ ഇതായിരുന്നു എന്റെ സെക്കൻഡ് ഡേ ഔട്ട്ഫിറ്റ്. ഇന്നും മൊത്തത്തിലൊരു പിങ്കിഷ് വൈബ് ആയിരുന്നേ. കണ്ടോ, ഇവളുമാരും പിങ്ക് ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ കോളേജ് ക്യാൻറ്റീൻ തപ്പി നടന്നു. ശരിക്കും കോളേജ് കാണാൻ നല്ല ഭംഗിയില്ലേ. ക്യാൻറ്റീനും അതിനേക്കാളും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ദോശ, ഇഡലിയും പൂരിയും ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഇവർക്ക് സ്വന്തമായിട്ട് ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, വെള്ള ഷൂ ഇട്ട് അവിടെ നടക്കാൻ പറ്റൂല. അത് ഉടനെ തന്നെ ഈ കളറായി മാറും. IVI സ്ഥിതിക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ നിർബന്ധമാണല്ലോ. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും ഇൻഡിവിജ്വലി കാണാൻ പോയി. ഇതാണ് തമിഴ്നാടിന്റെ സ്വന്തം ബ്രീ. നടന്ന് തളർന്നപ്പോ നമ്മൾ ലൈബ്രറിയിൽ AC കൊള്ളാൻ പോയി. കാണിക്കുന്നതൊക്കെ വെറും അഭിനയം. ഇത് കഴിഞ്ഞ് നമ്മൾ എക്സ്പ്രസ് അവന്യൂ മോളിൽ പോയി. ഇതൊക്കെയാണ് നമ്മുടെ മോളിൽ നിന്നുള്ള പിക്കപ്പ്. ഇതുവരെ കുറച്ച് ചെന്നൈ എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി നമ്മൾ ഫസ്റ്റ് മെറീന ബീച്ചിലേക്കാ വന്നതേ. നമ്മുടെ ഭാഗ്യം കൊണ്ട് എന്തോ ഉച്ചയായതുകൊണ്ടും അവിടെ വെയിലില്ലായിരുന്നു. ഇവിടെയാണ് സെലിബ്രിറ്റീസുമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ ഇവിടെ പാരറ്റിന് പകരം ഹാംസ്റ്ററിനെ വെച്ചാണ് കൈ നോക്കുന്നത്. ഇവരെ നമുക്ക് ഇവിടെ കാണാം. ആഫ്റ്റർ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഒരുപാട് നടന്നതിന് ശേഷം നമുക്ക് ഫൈനലി ബീച്ച് എത്തി. അവിടുന്ന് ഇറങ്ങി നമ്മൾ ബുഹായിലേക്കാ വന്നത്. അമ്പോ എന്താ ഒരു ആംബിയൻസ്. ആൻഡ് ദ ഫുഡ് വാസ് സോ ഗുഡ്. സ്പെഷ്യലി അവിടുത്തെ മട്ടൻ ബിരിയാണി നമ്മുടെ കേരളത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ഒരു തമിഴ്നാട് ഒത്തന്റിക് ബിരിയാണി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ മാളി തിരിച്ചു വന്നൊരു ബോഡി മസാജ് എടുത്തു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള ട്രെയിനും പിടിച്ച് പഴവും കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി.